മണ്ടോ മണ്ടോ ആ ഫോൺ റിങ് ചെയ്യാനായിട്ടില്ലേ ഇങ്ങോട്ട് എടുക്കാതെ. എടി ഫോൺ റിങ് ചെയ്യുമ്പോ അതൊന്നും എടുത്തിട്ട് ഇത് ആരാണെന്ന് ചോദിച്ചൂടെ? എനിക്കിവിടെ വേറെ പണിയില്ലേ? നിനക്കെന്ത് പണി അവിടെ? എനിക്ക് സീരിയല് കാണണം. ആ വലിയ മലമറക്കണ പണിയായി പോയിട്ടാ സീരിയല് കാണല്. പിന്നെ അത് സസ്പെൻസിൽ അടിക്കുന്നു. ഒരു കഷ്ടം ആലോചിച്ചു. ഹലോ ആ ബലൂൺ ഹലോ ഹലോ എന്താ? ബലൂൺ ചിട്ടി ഫണ്ട് പൊട്ടിയെന്ന്, സത്യശീലം മുങ്ങിയെന്ന്. ഞങ്ങള് ജീവിക്കാൻ വേണ്ടിട്ട് ഇവിടെ സത്യം സാറാണ് ഇതെല്ലാം. ഓണവിടെയാണ് കാല് പിടിക്കുന്നത്. ഞങ്ങളൊന്നും എടുത്തിട്ടില്ല. കിട്ടണില്ല. ഒന്നും പറഞ്ഞു ഇതൊക്കെ ഞങ്ങളിവിടെ കുറെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആ പൈസ കൂടി തരാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. സത്യം സാറിന് അറിയാൻ വിളിച്ചിട്ട് കിട്ടണില്ല. ഒരാഴ്ചയായിട്ട് ഞങ്ങൾ വിളിക്കുന്നത്. മാഡം ഞങ്ങള് ജോലിക്കാരല്ലേ മാഡം. ഞാൻ സ്വർണം കൊണ്ടു അമ്മയല്ലേ പങ്കല്ലേ ഒന്ന് തലല്ലാന്ന് പറഞ്ഞൂടെ എനിക്ക്? നിങ്ങളിവിടെ എത്ര ഇൻവെസ്റ്റ് ചെയ്ത് അടിക്കണേ? കൂട്ടം കൂടി അടിക്കണുണ്ടോ? ഞാൻ കയറി അടിച്ചത്. അല്ല അതൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. സംഭവങ്ങളൊക്കെ തല്ലല്ലേ സാറേ, തല്ലല്ലേ സാറേ. മക്കളെ വളർത്താൻ വേണ്ടി മക്കളെ ഇങ്ങനെയാണോ വളർത്തല്? നേരെ നീ പണിക്ക് പോയിക്കോട്ടെ. ശമ്പളം തരുന്നില്ല പോലോനെ. കൈയോട്ട് ഞാൻ മേടിച്ചത് ഇപ്പൊ തരുന്നത്. അല്ല ഇപ്പൊ ഇരുന്ന് പോങ്ങിയിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള ആളുകളുടെ കാശ് മേടിച്ച് വെച്ചിട്ട് വലിയ ന്യായം പറഞ്ഞിരുന്നില്ല അവിടെ. അപ്പൊ ചിന്തിക്കണം ചെയ്യണത് ശരിയല്ലാന്ന്. അമ്മ എന്ത് പണി എടുത്തത്? നീ ഒറ്റടുത്ത് തന്നെ എന്നെ ജോയിൻ ചെയ്ത് പണിക്കൂട്ടിയത് ഇവൻ. ആ സാർ, സത്യശീലൻ എന്നാ പേര്. പേരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പ്രവൃത്തിയൊക്കെ. ആ ആള് ദുബായിക്ക് മുങ്ങാൻ നോക്കി. ആ ഞങ്ങൾ എയർപോർട്ടിലിട്ട് പിടിച്ചു. ഇതിപ്പോൾ കോടതിയിൽ ഹാജരാക്കും. പിന്നെ കൂടുതൽ ചോദ്യം ചെയ്യാനായിട്ട് നമ്മൾ കസ്റ്റഡിയിലേക്ക് വാങ്ങുന്നുണ്ട്. ആ ഞാൻ സാറിനെ വിളിക്കാം. ആ സാർ ഓക്കെ സാർ, ഓക്കെ താങ്ക് യു. ഇവിടെ ഇത് ആരാ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണേ? സാറേ അവിടെ സത്യശീലനെ കാണുമെന്നും പറഞ്ഞു ഒരുപാട് പേര് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അയാളെന്താ സിനിമ പറഞ്ഞാൽ ഇവർക്കെല്ലാം കാണാനായിട്ട്? അതല്ല എല്ലാം ഫിനാൻസിലെ പൈസ ഡെപ്പോസിറ്റ് ചെയ്തവരാണ് അവർ. കണ്ടിട്ടേ പോകുന്ന പറഞ്ഞു. എടാ എന്തെങ്കിലും പറഞ്ഞൊന്ന് വിടാൻ നോക്ക്. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി സാർ, അവർ പോണ ലക്ഷണമല്ലേ. നിങ്ങളൊക്കെ പിന്നെ എന്തിനാണ് കാക്കിയിട്ട് ഇവിടെ നിൽക്കണത്? ഒന്നങ്ങോട്ട് വരട്ടി പറയണോ? സാറേ നമുക്ക് ഈ ജലപീരങ്കി പ്രയോഗിച്ചാലോ? അല്ല ഇന്നത്തെ കാലത്ത് ലാത്തിയായിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരെ ലാത്ത് മേടിച്ച് നമ്മളെ തല്ലു സാർ. അത് എന്ത് ബഹളം. അതെ താൻ പോയിട്ട് അതിലെ പ്രധാനപ്പെട്ട ആരെങ്കിലും ഒരു രണ്ടുപേരെങ്കിൽ വരാൻ പറയും സാർ. എന്താ പേര്? എൻ്റെ പേര് ശീതളൻ എന്നാണ് സാറേ. ഞാൻ ഈ സത്യശീലന്റെ ബലൂൺ എന്നുള്ള സ്ഥാപനത്തിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിരുന്നേ. കുറച്ച് പൈസ എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു 30,000 ലക്ഷം. കുറെ സ്വർണവും പോയി. എത്ര സ്വർണം പോയി? 10,75 പവൻ.
കൊള്ളാം. നിങ്ങളുടെ കയ്യിലൊക്കെ കുറേ കാശുണ്ടെങ്കിൽ എന്തോ ഒരു സർക്കാർ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തൂടെ? ഇങ്ങനെയുള്ള ഉടായ്പ സ്ഥാപനങ്ങൾ കൊണ്ടിടേണ്ട കാര്യമുണ്ടോ? ഇവിടെ പലിശ കൂടുതൽ കിട്ടില്ല സാർ. അത് മാത്രമല്ല, ഇതിന്റെ സോഴ്സ് കാണിക്കണ്ടല്ലോ. അതെ സാറേ ഞങ്ങള് കൃത്യമായിട്ട് ടാക്സ് ഒക്കെ അടക്കുന്ന ആളുകൾ തന്നെയാണ്. പിന്നെ ഒരു പരിചയത്തിന്റെ മുകളിൽ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഒരു സാറേ ഒരു കള്ളത്തരവും ഇല്ല. ചേട്ടൻ ദുബായി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. എടോ ഈ സ്ഥാപനത്തിന്റെ പേരെന്നെ ബലൂണെന്നല്ലേ? ആ പേര് കേട്ട് അറിഞ്ഞൂടെ അത് പൊട്ടിപ്പോകുന്നു? സാറേ ഞങ്ങളത് വീർത്ത് വരുന്ന വിചാരിച്ചത്. ഇപ്പൊ കാറ്റ് പോയപ്പോ സമാധാനമായല്ലോ അല്ലേ? ഒരു കാര്യം ചെയ്യും, ഒരു പരാതി എഴുതി കൊടുക്കുക. ഒപ്പം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ആ കാശിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ സോഴ്സ് കാണിക്കണം, സ്വർണത്തിൻ്റെയൊക്കെ സോഴ്സ് കാണിക്കണം. പിന്നെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും വേണം. സാറേ ഞങ്ങൾക്ക് ഇയാളൊന്ന് കാണാൻ പറ്റും. എന്തിന്? അയാളെ ഇപ്പോൾ കണ്ടിട്ട് എന്താ കാര്യം? സാറേ ഇയാൾ എത്ര പൈസ ഇൻവെസ്റ്റ് അല്ല, ചെയ്യും? ഞങ്ങളത് കോടതിയിൽ ഹാജരാക്കും. അത് കഴിഞ്ഞ് ചോദ്യം ചെയ്യലിനായിട്ട് ഞങ്ങളിവിടെ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. അല്ല സാറേ എനിക്ക് അയാളോട് ചോദിക്കണം, എന്റെ സ്വർണം മുഴുവൻ എടുത്തിട്ട് എന്തിനാ ചതിച്ചെന്ന്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പരാതി കൊടുക്ക്, ഞങ്ങൾ അന്വേഷിക്കട്ടെ. സാർ അയാളെ ഒന്ന് കാണണം സാറേ. ആവശ്യമുണ്ടോ അതിൻ്റെ? കാണണം. ഇത്രയും കാശ് ഞങ്ങളുടെ കാശാലും ഒരു കാര്യം ചെയ്യും സുഹൃത, ഒന്ന് അതിന് കാണാനുള്ള സംവിധാനം ചെയ്ത് കൊടുക്കും. അതെ, ഇതൊക്കെ എത്ര പാഠമായി. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളൊക്കെ കുറച്ച് വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ലേ? ഇയാളുടെ ആദ്യത്തെ ഡീലിങ്സ് കണ്ട നമുക്ക് തരി ഇങ്ങനെ തോന്നില്ല. എങ്ങനെയാണ് ചെയ്യുന്ന ഒരാളെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആ കള്ളന്മാരുടെ രീതി അങ്ങനെയാണ്. ആ ശീതളന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്റെ വിഷമം എന്താ ശീതളം മനസ്സിലാക്കാത്തത് എന്നുള്ളതാണ് ഇപ്പൊ എന്റെ വിഷമം. എന്തൊക്കെ പറയണേ സാറേ? കാശ് മേടിച്ച് ഇയാൾ കിടന്ന് കഥാപ്രസംഗം പറയാൻ. ഞാനതാ പറഞ്ഞത്, ഇപ്പൊ പരസ്പര വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ പറയണത്. ശീതള ചതിച്ചു. ശീതള സംഗതി ആകെ പ്രശ്നമായി. എന്റെ സർവ്വം മുതലും പോയി. എന്റെ സ്വർണ്ണം എവിടെ? ദുബായിലാണ്. ഭാര്യയും മക്കളും എല്ലാ സ്വർണവും പണവും എല്ലാം ദുബായിലേക്ക് കടത്തിയില്ലേ. ഇപ്പൊ എന്റെ കയ്യിൽ ഒന്നുമില്ല, പാപ്പരാണ്. ഇതാ വീട്ട ജുബ്ബ മാത്രമേ ഉള്ളൂ. എന്താ പിന്നെ കാട്ടുക ഞാൻ? തന്നെ വിശ്വസിച്ചിട്ടല്ലേ 30 ലക്ഷം രൂപ ഞങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തത്. അതെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇതേപോലെ ഞാൻ അവളെ വിശ്വസിച്ചു, എന്റെ ഭാര്യയെ. പക്ഷെ അവളെ എന്നെ ചതിച്ചു. ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ഇതാ ഇപ്പൊ ഇവിടെ ഞാൻ നിൽക്കുന്നുണ്ട്, എന്നോട് ചോദിക്കാം. ഇതേപോലെ ഞാൻ ഭാര്യയുടെ അടുത്ത് നീ എന്തിനാടി ആ പൈസ അങ്ങനെ ചെയ്തത്, ഈ വക തമ്മാടിത്തരം കാണിച്ചത് എന്തിനാന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലൈറ്റ് കയറി പോകാൻ വേണ്ടി നിന്ന സമയത്താണ് എയർപോർട്ടിൽ വെച്ചിട്ട് ഇവർ എന്നെ പൂട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടത്. പിന്നെ ഞാൻ എന്ത് ചെയ്യും നീ പറ? സാറേ ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ് സാറേ. ഈ കഥയൊന്നും കേട്ടാൽ ഞങ്ങൾക്ക് ചെലവിന് ഞങ്ങൾക്ക് കാശ് വേണം സാറേ. മറിമായം